ആരായത്? നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കും. കളിയാക്കല്ലേ സാറേ? കളിയാക്കൂ? എന്താടോ, അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചേന്നാലോട്ടല്ലോ. ആ, എന്താ പോന്നത്? അച്ഛനും എസ്ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷം ഉണ്ടോ? ഒന്നുമില്ല. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്താ വരേണ്ടത്? എത്തന്നെ കണ്ടുപഠിച്ചോ. ചന്തന്ന് 2 കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. കടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചു. മറ്റേത് വാങ്ങണ്ടേ? ഏത് വാങ്ങിച്ചോളാം. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞതേ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. അവൻ കഴിക്കൂ? അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്. അപ്പോ പറഞ്ഞു വന്നത്, നല്ല നല്ല ജോലിക്ക് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വരുമ്പോ നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ മണ്ടത്തരമാണെന്ന്. അതായത് ഞാനൊരു മണ്ടനാണെന്ന്. ആയിക്കോട്ടെ, അവൻ എന്റെ മോനാണല്ലോ. എന്റെ മോന് ഞാൻ ആശിച്ച ജോലി കിട്ടണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വണത്തെ പോലെ തലയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും കിടന്നു കളഞ്ഞേക്കരുത്. പിന്നെ നിന്റെ അച്ഛനുള്ള കാലത്ത് എനിക്ക് പട്ടച്ചാരായം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഈ ഒഴിക്കങ്ങട് ഇച്ചിരി കൂടെ ഒഴിക്കണം. മതി 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 മതി. ഒരു തുടം കൂടി നാടാ. ഇത്രയൊക്കെ മതി. നീ ഒഴിക്കണത്തിരി. നീ എന്തിനു പേടിക്കണേ? ഒഴിക്കിച്ചിരി കൂടി. മതി മതി, അത് മതി. ഓ, മൂത്ത കോഴിയാ. ഇനി മറ്റൊരു കാര്യം. ഈ സേതുവിന്റെയും ദേവിയുടെയും കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോണത്? അങ്ങോട്ട് നടത്തിക്കൂടെ? നടത്തിക്കൂടെ അല്ലേ? പറ്റില്ല. അതെന്താ അച്ചു ഇപ്പൊ വാക്ക് മാറ്റണത്? വാക്ക് മാറ്റണമെങ്കിലേ അച്ഛനാടെ കഴുത്തങ്ങ് പോണം. സേതുവിന് സെലക്ഷൻ കിട്ടിയ ആ നിമിഷം നടത്താം. അതിനു മുമ്പ് എന്തിനാണോ അവറ്റങ്ങളുടെ ശാപം മേടിക്കുന്നത്? ദേവിക്ക് ജോലിയില്ലേ? അതുങ്ങൾക്ക് രണ്ടുപേരും കൊണ്ട് ജീവിക്കാൻ അത് ധാരാളം മതി. അതെന്റെ കുടുംബത്തിൽ പറ്റില്ല. അച്ചി വേലയെടുത്ത് കൊണ്ടിരുന്ന കാശ് കൊണ്ട് നക്കാൻ. പിന്നെ അവനോട് വരികയും പോവുകയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടോ? അല്ല, അതിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനാണല്ലേ. ഇയാൾക്ക് കള്ളു കുടിച്ചാ പിന്നെ നാക്കിനൊരു നിയന്ത്രണമില്ല. എന്നാലേ അവൻ എന്റെ മോനാ. അവൻ ഒരു ചറ്റത്തരവും കാണിക്കില്ല, അറിയോ? അച്ചുവേ, കൃഷ്ണ, ഓടി വാടാ. നിക്കടവിടെ, നിക്കടവിടെ. എന്താ എന്താ? ഇവ കട്ടു തിന്നും. എന്ത്? ഒരു സാധനം. അത്രേ ഉള്ളു. അത്രയല്ല, ഉള്ള നേരത്തെ കൈ പിടിച്ച് കൊടുത്തില്ലെങ്കിലേ പെശക. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല.
വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണിയായി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം. അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയരെ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാർ പണം വാരുക. വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാൽ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ. അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? ആ എന്താ ചങ്ങായിയെ കാണാൻ പോയതാ? അതെ, യേശുവിനെ കണ്ടിട്ട് കാര്യം ഉണ്ടായിരുന്നു. ഒരു നാരങ്ങാലോ എടുത്ത് ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല. അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ? അതെന്താ? നിങ്ങള് പോലീസിൽ ചേർന്നത് നമ്മുടെ കേശവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവര് സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങൾക്ക് കിട്ടൂന്നേ. മനസ്സ് നന്നായ എല്ലാം നിന്നെ എവിടെയൊക്കെ തിരക്കി? എപ്പോ വന്നു? 1 മണിക്കൂറായി. അന്തികെ വന്നിട്ടുണ്ട്. 1 മാസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട, കുഞ്ഞാടിക്ക് അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണം. വേണ്ട വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കേറി ഉടനെ തിരക്കിറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ലൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ? ഓ, നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചത് എന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കണം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ലേ? മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയും. നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLCക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ.